നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ എത്തിയിരിക്കുന്നു. 26,186 ലാസ്റ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഓൾ ടൈം ഹൈയോട് ചേർന്നിരിക്കുന്നു. അപ്പം നിഫ്റ്റി വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും നിഫ്റ്റിയിലുള്ള ഏതാനും ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് നമുക്ക് വിലക്കുറവിൽ കിട്ടുന്നുണ്ട്, നല്ല വാലുവേഷനിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വാല്യുബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. കുറച്ച് സ്റ്റോക്കുകളിൽ നല്ല ഡിപ്പ് കാണുന്നുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒന്നാമത് ഓപ്പൺ ആക്കിയിരിക്കുന്ന ചാർട്ട് ഏതാണ്? ഹിന്ദുസ്ഥാൻ യൂണിലീവറിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലീവർ FMCG സെക്ടറിലെ നമ്പർ 1 കമ്പനിയാണ്, ഏറ്റവും വലിയ കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനി ബ്ലൂ ചിപ്പ് കമ്പനിയാണ്, നമ്മുടെ നിഫ്റ്റിയിൽ ഉള്ള ഒരു അംഗമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത് മന്ത്ലി ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മന്ത്ലി ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇത് വലിയൊരു ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. അവിടെ ക്ലിയർ ആയിട്ടൊരു അപ് ട്രെൻഡ്, അതിനുശേഷം നല്ലൊരു കൺസോൾട്ടേഷനാണ് കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കൺസോൾട്ടേഷനിലും പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ഇങ്ങനെ ഒരു ബോക്സിലാണ് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിപ്പിൽ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ, ഈ ഒരു ഹൈയിൽ വിറ്റിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇപ്പോഴത്തെ നിയറിൽ നമുക്ക് ഒരു സപ്പോർട്ട് സോണിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണിലേക്കാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതൊന്ന് കൃത്യമായിട്ട് ആ ഡിമാൻഡ് സോൺ ഒന്ന് നോട്ട് ചെയ്യാം. ഞാനിവിടെ ആ ഡിമാൻഡ് സോൺ ഞാനിവിടെ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ഈ ഒരു സോണാണ്, എക്സാക്റ്റ് എന്നുള്ളതല്ല, ഈ ഒരു സോണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെയും. അപ്പം ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോണിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു എൻട്രി കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഒരു പക്ഷേ ഈ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോഴാണെങ്കിലും ഈ ഒരു റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെവലും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഈ ഒരു ലെവല് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആണ്. അതിൻ്റെ മുകളിൽ ഓൾ ടൈം ഹൈയും കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ് എത്ര ശതമാനം റിട്ടേൺ കിട്ടിയാനേ നമുക്കതൊന്ന് നോക്കാം. നമുക്ക് ഈ ഒരു സോണിലാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ഇങ്ങനെ ഒരു സോണിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് 10, 30, 27, 30 ശതമാനത്തിനോടടുത്ത് കിട്ടിയേനെ. അതല്ല, ഓൾ ടൈം ഹൈയിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 10, 35% അടുത്ത് നമുക്ക് റിട്ടേൺ കിട്ടിയേനെ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നമുക്കറിയാം, ഇതിനു മുമ്പും ഇതുപോലെ തന്നെ ഡിപ്പ് ഈ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിപ്പ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്തതെന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം, ഇവിടെ ഒരു ഡിപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഒരു ഡിപ്പിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 10-30%, അതല്ല കുറച്ചും കൂടെ ഹോൾഡ് ചെയ്തവർക്കാണെങ്കിൽ ഒരു 10-40-45% മുകളിലേക്ക് ഒരു ഗ്രോത്ത് കിട്ടിയിരുന്നു. അതല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വീണ്ടും ഒരു ഡിപ്പ് ഉണ്ടാക്കിയിരുന്നു. അപ്പം ആ ഒരു ഡിപ്പിൽ എൻട്രി എടുത്തവർക്കാണെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഒരു 35-40% അപ്രോക്സിമേറ്റ് വന്നിരുന്നു റിട്ടേൺ. അപ്പം നമുക്ക് വീണ്ടും ഇവിടെയും നമുക്കൊരു ഡിപ്പ് ഉണ്ടാക്കി അവിടെ നിന്ന് ഒരു 27% ഒരു മൂവ്മെൻറ്റ് കിട്ടിയിരുന്നു. കുഴപ്പമില്ല, ഇപ്പോഴും നമുക്കൊരു ഡിപ്പിലാണ് നിൽക്കുന്നത്. അപ്പം ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള റീജിയണിൽ നമുക്ക് എൻട്രി എടുത്തിട്ട് ഇങ്ങനെയുള്ള റീജിയണിലേക്ക് വെയിറ്റ് ചെയ്യാൻ 10-20%, 30% കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വിറ്റ് നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെയൊരു ലെവലിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബാക്കിയുള്ള ഹാഫ് ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബാക്കി ഹാഫ് ക്വാണ്ടിറ്റി ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റോക്കാണ് വിപ്രോ. IT സെക്ടറിലെ സ്റ്റോക്കാണ്. നമുക്ക് പഴയ ഡേറ്റ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 2010 തൊട്ടുള്ള ഒരു ചാർട്ടാണ് ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഇതുണ്ടോ, മുകളിലേക്ക് ഇവിടുന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ ഇങ്ങനൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു, കുറച്ച് നാളൊരു ഡിപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഹൈ കട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു ഡിപ്പ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ആ ഒരു ഹൈ കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി. വീണ്ടും ഒരു ഡിപ്പ് ക്രിയേറ്റ് ചെയ്തു, ആ ഹൈ കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ വീണ്ടും ഒരു ഡിപ്പ് ക്രിയേറ്റ് ചെയ്തു, മുകളിലേക്ക് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് ആ ഒരു ഡിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ആ ഒരു ഡിപ്പിൽ എൻട്രി എടുത്തിട്ട് ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാകാം. അതല്ല, വീണ്ടും എൻട്രി എടുക്കാത്തവരാണെങ്കിൽ വീണ്ടും ഇതും ഒരു ഡിപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്നുകിൽ ഈ ഒരു ഹൈ അല്ലെങ്കിൽ ഈ മുകളിലത്തെ ഹൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എത്ര ശതമാനമാണ് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 24%, 25% ഇതിന് അടുത്തുള്ള ഓൾ ടൈം ഹൈയിലേക്ക് കിടക്കുന്നുണ്ട്. അതല്ല, ഓൾ ടൈം ഹൈയിലേക്ക് പോകണമെങ്കിൽ 10-40% റിട്ടേൺ ഇവിടെയും കിടക്കുന്നുണ്ട്, കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പം അത് ചിലപ്പോൾ 1 വർഷം എടുക്കാം, 1.5 വർഷം എടുക്കാം, 2 വർഷം എടുക്കാം, അതിലും കൂടുതലായി പോകാം. എത്രയും പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ അത്രയും ബെറ്റർ. നമുക്ക് നല്ലൊരു റിട്ടേൺ ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടി എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. അപ്പം സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ചെറിയ സപ്പോർട്ട്സ് ഒന്ന് മനസ്സിലാക്കി വെക്കണം.
വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് ലൈനിന് അടുത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെ നല്ലൊരു പോസിറ്റീവ് സൈനാണ്. ഡിപ്പിലുമാണ് ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഒരു സപ്പോർട്ട് റീജിയനിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ചിലപ്പോൾ ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് 2 മന്ത്ലി കണ്ടിൽ പതുക്കെ മുകളിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൊമെൻറ്റം കിട്ടുവാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അതല്ല വീണ്ടും കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കുമെന്നുള്ളൂ, എന്നാലും നല്ല റിട്ടേൺ കിട്ടാനുള്ള ചാൻസസ് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് അഡാനിയൻ്റ്. അപ്പോൾ അഡാനിയൻ്റ് നമുക്ക് തീർച്ചയായിട്ടും കുറേ നാളായിട്ട് പെർഫോമൻസ് തരാതെ കിടക്കുവാണ്. അപ്പോൾ എപ്പോഴാണോ പെർഫോമൻസ് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വരുന്നത് ആ ഒരു സമയത്ത് ഇതും ഓടാൻ തുടങ്ങും. ഇപ്പോൾ നിൽക്കുന്നത് എത്രയാണ്? 2265 ഓൾ ടൈം ഹൈ എത്രയാണ് ക്രിയേറ്റ് ചെയ്തത്? 4000 എന്നുള്ള ആ ഒരു റീജിയനിലേക്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതാണ്. നമുക്ക് ഇങ്ങനെ ഒരു സോണിൽ നിന്നാണെങ്കിലും നമുക്ക് ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനമുണ്ട്? നല്ല വലിയ റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് 10, 65, 70% ഓൾ ടൈം ഹൈയിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1-2 വർഷം കൊണ്ടാണെങ്കിലും ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2-3 വർഷം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി റിട്ടേൺ ആയിട്ട് തന്നെ ഇതിനെ ചിന്തിക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിങ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഹെഡ്ജിങ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ജസ്റ്റ് മെസ്സേജ് അയച്ച് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത്ര സ്റ്റോക്സാണ് ഞാൻ ഇപ്പം ഡിപ്പിൽ നിൽക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ബാക്കി കുറച്ച് സ്റ്റോക്സും ഡിപ്പിൽ നിൽക്കുന്നുണ്ട്. അത് ഞാൻ ഇതിന് മുമ്പുള്ള വീക്കുകളിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂ ചിപ്പ് കമ്പനികൾ ഡിപ്പിൽ വരുന്ന സമയത്ത് എൻട്രി എടുത്ത് അത് ഒരു 20-30% റിട്ടേൺ കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ബാക്കി ഒരു ഹാഫ് ക്വാണ്ടിറ്റി ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. സിമ്പിൾ മെത്തേഡാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലും കൊണ്ട് ഷെയർ ചെയ്യുക. ഞാൻ ഒരിക്കലും ഈ ഒരു സ്റ്റോക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താതെയാണ് ഇതിൻ്റെ അകത്ത് നിഫ്റ്റി 50 സ്റ്റോക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേ മെത്തേഡ് ബാക്കിയുള്ള സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഒക്കെ ഡിപ്പിൽ വരുന്ന സമയത്ത് എൻട്രി എടുക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിക്കണം. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ ഫുൾ എമൗണ്ട് ഒരിക്കലും ഡിപ്ലോയ് ചെയ്യരുത്, ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് മാത്രം ഡിപ്ലോയ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.